IPL 18ാം സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചു. ആദ്യ 2 സ്ഥാനക്കാർ ആയിരുന്നതിൽ മാത്രം അനിശ്ചിതത്വം. ഗുജറാത്ത് ചെന്നൈയോട് തോറ്റതോടെ ഇന്നത്തെ പഞ്ചാബ് മുംബൈ പോരാട്ടവും RCB ലക്നോ മത്സരവും നിർണ്ണയിക്കും പ്ലേ ഓഫിലെ മത്സരക്രമങ്ങൾ. ക്ലാസ്സിലെ പഠിപ്പിച്ചിനെ പോലെ എല്ലാം തികഞ്ഞ് തുടക്കം മുതൽ മികവ് കാട്ടിയെത്തിയ പഞ്ചാബിന് അവസാന മത്സരത്തിൽ ഡൽഹിയോട് തോറ്റത് വിനയായി. മുംബൈ പതിവ് പോലെ ബാക്ക് ബെഞ്ചറാണ്. തുടക്കം തോറ്റു, പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ജൈത്രയാത്ര തുടർന്ന് ഒടുവിൽ പ്ലേ ഓഫിൽ 4 ടീമുകൾക്കും ക്വാളിഫയർ 1 സാധ്യതയുള്ളതിനാൽ മത്സരങ്ങൾക്കിനി നോക്കൌട്ട് ആവേശം. പഞ്ചാബിനും മുംബൈക്കും ആശങ്ക ഏതുമില്ല. ബാറ്റിംഗിലും ബോളിംഗിലും കരുത്തരുടെ നിരയുണ്ട്. ഡൽഹിയെ 59 റൺസിന് തകർത്ത ആത്മവിശ്വാസവുമായാണ് മുംബൈ വരുന്നത്. അതേ ഡൽഹിയോട് തോറ്റാണ് പഞ്ചാബിന്റെ വരവ്. ക്വാളിഫയർ 1 അവസരം മാത്രമല്ല, പ്ലേ ഓഫിന് മുൻപ് ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ പഞ്ചാബിന് വേണം ഒരു ജയം. തോറ്റാൽ പഞ്ചാബിന്റെ ക്വാളിഫയർ സാധ്യത അവസാനിക്കും. മുംബൈക്കാകട്ടെ ഇന്ന് ജയിച്ചാലും RCBയുടെ മത്സരഫലം ആശ്രയിച്ചാണ് ക്വാളിഫയറിലേക്കുള്ള സ്ഥാനം. രോഹിത് റിക്കിൾട്ടൺ സഖ്യം മികച്ച തുടക്കം നൽകിയാൽ മുംബൈക്ക് കാര്യങ്ങൾ എളുപ്പം. സൂര്യകുമാർ യാദവ് തകർപ്പൻ ഫോമിൽ, വിൽ ജാക്സ്, ഹർദിക് പാണ്ഡ്യ, തിലക് വർമ്മ കളി ജയിപ്പിക്കാൻ പോകുന്ന വെടിക്കെട്ട് ബാറ്റർമാർ സജ്ജം. ബോളിംഗിൽ ബൂമറ ബോൾട്ട് സഖ്യത്തെ എങ്ങനെ നേരിടുമെന്നതായിരിക്കും പഞ്ചാബിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. സാനർ കൂടി തിരിച്ചെത്തുമ്പോൾ മുംബൈക്ക് കരുത്ത്. 3 പ്രധാന താരങ്ങൾ പ്ലേ ഓഫിന് മുൻപ് പുറത്തു പോകുന്ന നിരാശയുണ്ട് മുംബൈക്ക്. പക്ഷേ പകരക്കാരെ ടീമിലെത്തിച്ച് പരിശീലനവും തുടങ്ങി. റിയാൻ റിക്കിൾട്ടൺ, വിൽ ജാക്സ്, കോർബിൻ ബോഷ് എന്നിവർ പോകുമ്പോൾ ജോണി ബെയ്സ്ട്രോ, ചരിത് അസലങ്ക, റിച്ചാർഡ് ഗ്ലീസൺ എന്നിവരാണ് മുംബൈ നിരയിലേക്ക് എത്തുന്നത്. മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ തന്നെയാണ് പഞ്ചാബിന്റെ കരുത്ത്. പേസ് ബോളിംഗ് ഓൾറൗണ്ടർമാരുടെ നിരയാണ് പഞ്ചാബിനെ ഈ IPL മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മത്സരം തുടങ്ങുമ്പോൾ വലിയ വെല്ലുവിളി പഞ്ചാബിനില്ല. അവസാന മത്സരത്തിൽ ഡൽഹിയോട് തോറ്റെങ്കിലും പഞ്ചാബ് ബാറ്റർമാർ 206 റൺസ് അടിച്ചെടുത്തിരുന്നു. പഞ്ചാബ് ഹോം ഗ്രൗണ്ടായി തെരഞ്ഞെടുത്ത ജയ്പൂരിലെ സായ്വായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം. ഇനി നേർക്കുനേർ പോരിന്റെ കണക്ക് നോക്കിയാൽ മുംബൈക്കാണ് നേരിയ മുൻതൂക്കമുള്ളത്. 32 മത്സരങ്ങളിൽ 17 മുംബൈ ജയിച്ചപ്പോൾ 15 പഞ്ചാബും ജയിച്ചു. ഏറ്റവും ഒടുവിൽ നേർക്കുനേർ വന്നപ്പോൾ കഴിഞ്ഞ സീസണിൽ മുംബൈ 9 റൺസിന് പഞ്ചാബിനെ തോൽപ്പിച്ചു. ഒരേ ഒരു മത്സരം, ഒരേ ഒരു ജയം. ആദ്യ കിരീട സ്വപ്നം കാണുന്ന പഞ്ചാബിന് ഇനി ഒരു തിരിച്ചുപോക്കില്ല. ചെറിയൊരു പിഴവ് ക്വാളിഫയർ 1 സ്ഥാനത്തിന് ഇളക്കം തട്ടിയേക്കും. മുംബൈയുടെ വിജയദാഹത്തിന് എന്തു മറുപടിയാകും പഞ്ചാബിന്റെ കയ്യിൽ? കാത്തിരിക്കാം ഇനി സൂപ്പർ പോരാട്ടത്തിന്.